പലപ്പോഴും ഞാനിത് പറഞ്ഞാലോ എല്ലാവരുടെയും മുമ്പിൽ ഓപ്പൺ അപ്പ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടുള്ളൊരു വിഷയമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 വർഷത്തിന് മേലെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഒപ്പീനിയൻ ഓരോന്നാണ്. അപ്പോൾ ഇവരിത് പലതുമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നടത്തി നോക്കിയിട്ടുണ്ട്, ബ്ലഡ് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. ഇത് ആദ്യത്തെ കുറച്ച് കാലം എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ള മാനസിക പ്രശ്നം ചില്ലറ ഒന്നുമല്ല. ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ മാക്സിമം കവറപ്പ് ചെയ്ത് ഫുള്ള് മാസ്ക് വെച്ചിട്ട് ഷെയ്ഡ്സ് വെച്ച് ക്യാപ്പ് വെച്ച് അങ്ങനെയൊക്കെ മാത്രം പുറത്ത് പോരുന്നൊരു സമയം ഉണ്ടായിരുന്നു. സോ ഐ തോട്ട് ഇതേ കണ്ടീഷനിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനും പിന്നെ എനിക്ക് കുറച്ചും കൂടെ ലൈറ്ററായിട്ട് ഇനി നിങ്ങളുടെ മുന്നിൽ വരാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിത് റിവീൽ ചെയ്യുന്നത്. എൻ്റെ അമ്മയ്ക്കാണ് ഇതിനകത്ത് ഏറ്റവും വിഷമമുള്ളത്. അമ്മ എന്നെ കാണുമ്പോൾ ഇതുപോലെ അമ്മ എന്നിട്ട് ഇത് മാത്രമല്ല കേട്ടോ, ഈ റെമഡീസ് മാത്രമല്ല, അമ്മ ഇനി വഴിപാട് കഴിക്കാനുള്ള അമ്പലങ്ങളൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. ഇതെനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമസ്കാരം, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് അൺഎഡിറ്റഡ്. ഇന്ന് ശരിക്കും എൻ്റെ ലൈഫിൻ്റെ ഒരു അൺഎഡിറ്റഡ് ചാപ്റ്ററാണ് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. പലപ്പോഴും ഞാനിത് പറഞ്ഞാലോ എല്ലാവരുടെയും മുമ്പിൽ ഓപ്പൺ അപ്പ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടുള്ളൊരു വിഷയമാണ്. പിന്നെ ഞാനിത് അല്ലെങ്കിൽ വേണ്ട കുറച്ചുകൂടെ കഴിയട്ടെ നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 വർഷത്തിന് മേലെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് പെട്ടെന്നിരിക്കെ ഒരു ദിവസം ഞാൻ കുറച്ചധികമായിട്ട് വെയിൽ കൊള്ളുന്നത് പറഞ്ഞാൽ അൺയൂഷ്വലായിട്ട് കുറേ അധികം സമയം വെയിലത്ത് നിൽക്കേണ്ടി വരുന്നു. തിരിച്ച് വീട്ടിൽ കയറി അപ്പം നമ്മുടെ മുഖത്തൊരു കരിവാളിപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു കരിവാളിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ച് ഇൻറ്റൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നോർമലി നമുക്ക് അങ്ങനെ മുഖത്തൊരു കരിവാളിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ നാച്ചുറലി അത് പോവുമല്ലോ, ഒരാഴ്ച കൂടിപ്പോയാലും ഒരു 10 ദിവസം അപ്പോഴേക്കത് പോവേണ്ടതാണ്. പക്ഷെ ഇത് പോകുന്നില്ല. അത് മുഖത്ത് മാത്രമായിട്ട് ഒരു കരിവാളിപ്പ്, കഴുത്തിന് താഴേക്ക് യാതൊരു പ്രശ്നവുമില്ല, ഒരു കളർ ചേഞ്ചും ഇല്ല, പക്ഷെ മുഖം മാത്രം ഭയങ്കരമായിട്ട് ഇരുണ്ടിരിക്കുന്നു. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി ഡോക്ടേഴ്സിനെ കാണുമല്ലോ. അപ്പം ഞാൻ സ്കിൻ ഡോക്ടേഴ്സിനെ കണ്ടു. അപ്പോൾ അവർ പലരും ആദ്യം പറഞ്ഞു ഇത് ആ ടാൻ വന്നതിൻ്റെ ആയിരിക്കും, ചിലർക്കത് ഭയങ്കര ഇൻറ്റൻസ് ആവും അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് പുറമെ അപ്ലൈ ചെയ്യാനുള്ള ക്രീമുകളൊക്കെ തന്നു. ഒന്നും വർക്ക് ചെയ്തില്ല. പിന്നെ ഇതങ്ങ് കണ്ടിന്യൂ ചെയ്തു എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്നത്, ഇനിയിപ്പോൾ ശരിക്കും ഇത് വെയിൽ കൊണ്ടതുകൊണ്ടാണോ അതോ ആ സമയത്തുള്ള വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബോഡി ചേഞ്ച് കൊണ്ടാണോ ആ സമയത്ത് അത്രയും പ്രശ്നം വന്നത്. എനിക്കിത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കാലം കടന്നുപോയി. പല ഡോക്ടേഴ്സിനെ കണ്ടു. ഇപ്പോൾ ദുബായിലായിരുന്ന സമയത്ത് അവിടുത്തെ ഡോക്ടേഴ്സിനെ, ഇവിടെ നാട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സൺ എക്സ്പോഷർ ഉണ്ടാകുന്നത്. ഇവിടെ നാട്ടിലുള്ള ഒട്ടുമിക്ക പ്രശസ്തരായിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സിനെയും, ഇന്ന് പ്രശസ്തരായിട്ടുള്ള ബാക്കിയുള്ള ഡോക്ടേഴ്സ് തെറ്റിദ്ധരിക്കരുത്, ഞാൻ വന്നിട്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത്, മിക്കവാറും ഞാൻ അങ്ങോട്ടും വരും. പക്ഷേ എനിവേസ് എനിക്കറിയുന്ന അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിൽ അങ്ങനെ ഒരു റെഫറൻസിൽ വന്നിട്ടുള്ള ഒട്ടുമിക്ക സ്കിൻ ഡോക്ടേഴ്സിനെയും, അതായത് ഡെർമറ്റോളജിസ്റ്റിനെ, കോസ്മെറ്റോളജിസ്റ്റുകളെ എല്ലാവരെയും കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഒപ്പീനിയൻ ഓരോന്നാണ്. അപ്പോൾ ഇവരിത് പലതുമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നടത്തി നോക്കിയിട്ടുണ്ട്, ബ്ലഡ് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോഴൊന്നും ഇത് കറക്റ്റായിട്ട് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം ഒരു മെജോറിറ്റി ഡോക്ടേഴ്സും എത്തിയ ഒരു കൺക്ലൂഷൻ, ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. ഇതിനെ ട്രിഗർ ചെയ്യുന്ന എന്തോ ഒരു ഫാക്ടർ എൻ്റെ ചുറ്റുവട്ടത്തുണ്ട്. അത് ചിലപ്പം ബ്ലഡിലുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് ആയിരിക്കാം. അത് മേക്കപ്പ് ആണോ എന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രൊഫഷനിൽ നിൽക്കുന്നതുകൊണ്ട് ആളുകൾ ആദ്യം വിരൽ ചൂണ്ടുന്നത് മേക്കപ്പിലേക്കായിരിക്കും. എന്തൊക്കെയോ വാരി വലിച്ച് മുഖത്ത് തേച്ച് അങ്ങനെ വന്നു പെട്ടതാണ് എന്നാണ് പറയാനുള്ള സാധ്യത. അപ്പോൾ എൻ്റെ കാര്യത്തിലും അങ്ങനെയുള്ള ജഡ്ജ്മെൻറ്റ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് മേക്കപ്പ് പ്രോഡക്ട്സ് മാറി നോക്കി. നമ്മുടെ പ്രൊഫഷൻ ഇതായതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റേജിൽ വരുമ്പോഴേക്കും മേക്കപ്പ് ഇടേണ്ടത് ഒരു അനിവാര്യതയാണ്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും മേക്കപ്പ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ഡെയിലി ലൈഫിൽ ഒട്ടും മേക്കപ്പ് യൂസ് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ആണെങ്കിലും മാക്സിമം പോയാൽ കാജൽ, ഒരു ലിപ്പ് ലൈനർ, ലിപ് ബാം, ഇങ്ങനെ പുറത്ത് പോയിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു കണ്ടീഷൻ വന്നതിൽ പിന്നെ എനിക്ക് മേക്കപ്പ് ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു ബേസിക് കൺസീലറെങ്കിലും ഇല്ലാണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത കണ്ടീഷനായി. അതായത് ഇത്ര ഭാഗം മുഖത്തിന് മേലേക്ക് ഒരു കളർ, അതൊരു ഗ്രേ ടോണാണ്. ഇപ്പോൾ പോലും മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അത്ര വിസിബിൾ ആവാത്തത്. ഒരു ഗ്രേ കളർ, ഒരു അണ്ടർടോൺ വന്നിട്ടുണ്ട് സ്കിന്നിന്. ആൻഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വേറൊരു കളറാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കാണുന്ന ആളുകൾ, ഇപ്പം നമ്മളെ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ പോലും പെട്ടെന്ന് മുഖത്ത് എന്താ പറ്റി എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പണ്ട് അറിയുന്ന സുഹൃത്തുക്കളുണ്ടല്ലോ,
സുഹൃത്തുക്കളായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വെച്ച് കാണുമ്പോഴേക്കും നമ്മൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് അറിയാൻ പറ്റും ഈ ഒരു ടോണിനൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവർ പെട്ടെന്ന് വന്നിട്ട് ആദ്യമേ ചോദിക്കുന്നത് ഇതാണ്, അയ്യോ നിൻ്റെ മുഖത്ത് എന്താ പറ്റിയേ എന്ന് ചോദിക്കുക. അപ്പോൾ ഇത് ആദ്യത്തെ കുറച്ച് കാലം എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ള മാനസിക പ്രശ്നം ചില്ലറ ഒന്നുമല്ല. കാരണം ഇറ്റ്സ് വെരി വിസിബിൾ എൻ്റെ മുഖത്ത് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. ഫുൾ ബോഡി ഒരു ഡിസ്കളറേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാം, കാരണം അതങ്ങനെ ആയിപ്പോയി എന്ന് വിചാരിക്കാം. പക്ഷേ ഇതങ്ങനെയല്ല, ഇത്ര ഭാഗത്തേക്ക് വേറൊരു കളറും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വേറൊരു കളറും. അപ്പം നമുക്കൊരു മേക്കപ്പ് ഒന്നും ഇല്ലാണ്ടൊരു വീഡിയോയിൽ അപ്പിയർ ചെയ്യാനോ അല്ലെങ്കിൽ വെറുതെ ഒരു ഫോട്ടോ എങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫിൽറ്റർ ഇല്ലാണ്ട് നമുക്കൊരു ഫോട്ടോ ഇടാൻ പറ്റാത്തൊരു കണ്ടീഷനായി. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു സമയത്ത് നല്ല മാനസിക പ്രശ്നത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ കാണുന്ന ആൾക്കാർക്കൊക്കെ ഇതിനൊരു സൊല്യൂഷൻ പറയാനുണ്ടാവും. കാണുന്നവരൊക്കെ പറയും ഇതെന്താ മഞ്ഞളരച്ച് മുഖത്ത് തേച്ച് നോക്കാറുന്നില്ല, അല്ലെങ്കിൽ രക്തചന്ദനം ഇങ്ങനെ ചെയ്യാറുന്നില്ല, ആയുർവേദത്തിൽ കാണിച്ചില്ലേ, ഹോമിയോയിൽ ഇങ്ങനെ മരുന്നുണ്ടല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ അലോപ്പതിയിൽ ഇന്ന ഡോക്ടറിനെ ഒന്ന് കണ്ടു നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ പേര്, അതായത് എവ്രി വൺ ഹാസ് എ സൊല്യൂഷൻ. എല്ലാവരും എന്നോട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ, ഇത് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ എന്ന് പറയും. ഇത് ഞാൻ അങ്ങനെയും ഇങ്ങനെയും ഒന്നും ചെയ്ത് നോക്കാഞ്ഞിട്ടല്ല, എന്നെ കൊണ്ട് പറ്റാവുന്ന തരത്തിലുള്ള എല്ലാ പ്രൊഫഷണൽ ഹെൽപ്പും ഞാൻ ഇതിനകത്ത് സീക്ക് ചെയ്തിട്ടുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്ത് എൻ്റെ സ്കിന്നിപ്പം ഭയങ്കര സെൻസിറ്റീവ് കൂടിയാണ്. അപ്പോൾ സെൻസിറ്റീവ് ആയതുകൊണ്ട് പുതിയത് എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യാൻ, ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഡോക്ടറുണ്ട്. അപ്പോൾ ഡോക്ടറിനാണെങ്കിൽ പോലും പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് എനിക്ക് തരാൻ പേടിയാണ്. കാരണം എൻ്റെ സ്കിൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല, അത്രത്തോളം ഇത് സെൻസിറ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ മേക്കപ്പ് ഇപ്പോൾ ഒഴിവാക്കാനും പറ്റില്ല, എന്നാൽ റെഗുലറായിട്ട് മേക്കപ്പ് ഇടുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നോർമലി ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ സത്യത്തിൽ ഞാനിതിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ ഒരു കണ്ടീഷനുള്ള പല ആളുകളും ഉണ്ടെന്നുള്ളത് ഞാൻ ഈ കാണുന്ന ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞെനിക്കറിയാം. അപ്പോൾ ഡോക്ടേഴ്സ് നോർമലി സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആദ്യം പറയുന്നത് സണ്ണാണ്, സൺ എക്സ്പോഷർ എങ്ങനെയും കട്ട് ചെയ്യുക എന്ന് പറയും. അപ്പോൾ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ മാക്സിമം കവറപ്പ് ചെയ്ത് ഫുള്ള് മാസ്ക് വെച്ചിട്ട് ഷെയ്ഡ്സ് വെച്ച് ക്യാപ്പ് വെച്ച് അങ്ങനെയൊക്കെ മാത്രം പുറത്ത് പോരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ വിചാരിക്കും അഹങ്കാരം കൊണ്ടായിരിക്കും, ഇവൻ്റെ മുഖം ആരെയും കാണിക്കാൻ വയ്യാത്തതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വിചാരിച്ചേക്കാം. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ മൂടിക്കെട്ടി നടന്നിട്ടൊരു സമയം ഉണ്ടായിരുന്നു. കാരണം സണ്ണാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നതുകൊണ്ട്. അപ്പോഴും ഞാൻ വിചാരിക്കും ഈ സൺ എക്സ്പോഷർ ഉണ്ടാവുന്ന ബാക്കിയുള്ള ബോഡി പാർട്സിലൊന്നും ഈ പ്രശ്നമില്ല, ജസ്റ്റ് ഫേസ് മാത്രമാണ്. അതും കറുപ്പ് കളറല്ല, അത് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. കറുപ്പ് കളറല്ല, ഇതൊരു ഗ്രേ ടോണാണ്, ഒരു ആഷ് കളറിനില്ല, ഒരു ചാരം പൂശിയൊരു കളർ. അപ്പം എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യം, നമ്മളിപ്പോൾ സ്റ്റേജിൽ ഒരു സ്റ്റേജ് ഷോ ചെയ്യുകയാണെന്ന് പ്രോഗ്രാം ചെയ്യുകയാണ്. അപ്പോൾ അകത്ത് PCR എന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അവരുണ്ടല്ലോ, അവർ സ്റ്റേജിൽ നിന്ന് തന്നെ കാണുമ്പോൾ ചില സമയത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിപ്പിക്കും. ഇതെന്ത് മേക്കപ്പാണ് ചെയ്തിരിക്കുന്നത്, അശ്വതിയുടെ മുഖം മാത്രം വേറൊരു കളറിലിരിക്കുന്നു, മാറ്റി ചെയ്യും പറയും. അപ്പോൾ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇനീഷ്യലേക്ക് അവരിങ്ങനെ മനസ്സിൽ പിരാകും. പക്ഷെ ഇത് അവരുടെ കുറ്റമല്ല, അവരെന്ത് ചെയ്തിട്ടും ഈ ടോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ അവർ കുറേ സഫർ ചെയ്യുന്നതും അവരുടെ ഇടയിൽ അശ്വതിക്കാണ് മേക്കപ്പ് ചെയ്യേണ്ടതെങ്കിൽ കഷ്ടപ്പാടാണ് എന്നുള്ളത് ലൈക്ക് അവരുടെ ഇടയിൽ അങ്ങനെ ഒരു സംസാരമുണ്ട്, എനിക്കത് അറിയാമായിരുന്നു. ഇപ്പോൾ എന്നെ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സ്ഥിരമായിട്ട് ചെയ്യുന്ന അവർക്കൊക്കെ അറിയാം. അപ്പോൾ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുമ്പോൾ അവരും വന്ന് പറയണ്ട ആ ചേച്ചി വ്യത്യാസം ഉണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട്. കമലെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു പ്രഗ്നൻസിയിൽ ചിലർക്ക് ഭയങ്കരമായിട്ട് ഇത്തരത്തിലുള്ള പിഗ്മെൻറ്റേഷൻസ് അല്ലെങ്കിൽ ഇതൊക്കെ കൂടാൻ സാധ്യതയുണ്ടല്ലോ. പക്ഷെ ആ സമയത്ത് പ്രത്യേകിച്ച് യാതൊരു ചേഞ്ചും ഉണ്ടായില്ല, ഇത് കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്തില്ല. പക്ഷെ ചില ദിവസങ്ങളിൽ ഭയങ്കര മാറ്റം തോന്നാറുണ്ട്, ചില ദിവസങ്ങളിൽ ഇറ്റ് ഈസ് വെരി നോർമൽ, ചില ദിവസങ്ങളിൽ ഇത് ഭയങ്കര ഇൻറ്റൻസ് ആയിരിക്കും. അപ്പോൾ ഇത് സൺ എക്സ്പോഷർ ആണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ തന്നെ പല പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടും സണ്ണ് അടിക്കുന്ന സമയത്ത് ഇതിന് ഭയങ്കര ഒരു വ്യത്യാസം ഉണ്ടാവുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. അതായത് സണ്ണൊരു ഭയങ്കര ശത്രുവാണെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഈവൻ ഡോക്ടേഴ്സൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്കത് അങ്ങനെ അല്ല എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് വേറെന്തോ ആണ് ഇതിനെ ട്രിഗർ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ അതെന്താണെന്നുള്ളത് എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് ഇപ്പോൾ എല്ലാവരുടെ അടുത്തും പറയാമെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെന്നുള്ളത് നിങ്ങൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഓക്കെ, പിന്നെയും വന്നിട്ട് ഇൻബോക്സിൽ വന്ന് ചോദിക്കണമല്ലോ, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ മുഖം മാത്രം വേറൊരു കളറായിരുന്നല്ലോ ചേച്ചി എന്താ പറ്റിയേ എന്ന് ചോദിക്കാതിരിക്കാനും, പിന്നെ ഇതേ കണ്ടീഷനിൽ കൂടെ കടന്നു പോയിട്ടുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇതിൻ്റെ സൊല്യൂഷൻ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് എത്തരുത്, ഇത് മേക്കപ്പ് ചെയ്തത് കൊണ്ട് വന്നതല്ല. കാരണം മേക്കപ്പ് മുഖത്ത് തൊട്ടിട്ടില്ലാത്ത, അത് ജീവിതത്തിൽ മേക്കപ്പ് ഉപയോഗിച്ചിട്ടില്ലാത്ത ആളുകൾ ഇത്തരം കണ്ടീഷനിൽ കൂടെ കടന്നു പോകുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് എൻ്റെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് എനിക്കറിയാം. അപ്പോൾ പലർക്കും ഇത് പലതായിരിക്കും ട്രിഗർ ചെയ്യാം. ഇപ്പോഴും മേക്കപ്പ് ഇടാറുണ്ട്,
പക്ഷെ മേക്കപ്പ് ഇടുന്നത് കൊണ്ട് ഇതിന് പ്രത്യേകിച്ചൊരു വ്യത്യാസം വരുന്നതോ കൂടുന്നതോ കുറയുന്നതോ ഒന്നും ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. സൺ എക്സ്പോഷർ എനിക്ക് വലിയൊരു ചേഞ്ച് ഒന്നും തന്നിട്ടില്ല. ഞാൻ ഫുഡിൻ്റെ പാറ്റേൺ ഇതുപോലെ മാറ്റി നോക്കിയിട്ടുണ്ട്. ചില ഫുഡ് എന്തെങ്കിലും ട്രിഗർ ചെയ്യുന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റാവുന്ന ഒരു വിധത്തിലുള്ള ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ എനിക്കിത് പറയുന്നത് കുറച്ചും കൂടി ഒരു റിലീഫാണ്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഒരു വീഡിയോ മേക്കപ്പ് ഇല്ലാതെ വന്ന് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഓക്കെ ഷീ ഹാസ് എ കണ്ടീഷൻ, ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉള്ളതുകൊണ്ടാണെന്നുള്ളത് അങ്ങ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാത്തിനും താഴെ ഇപ്പോൾ കുറച്ചെങ്കിലും മേക്കപ്പ് കുറച്ചിട്ടൊരു ലൈവെങ്കിലും പോകാമെന്ന് വിചാരിക്കുമ്പോഴേക്കും എല്ലാവരും വന്നിട്ട് ചോദിക്കും, ഓ അപ്പോൾ ഇതാണല്ലേ ഒറിജിനൽ കളറ്, ബാക്കി ഫുള്ള് പുട്ടിയാണല്ലേ എന്ന് പറയും. എനിക്ക് ഇപ്പോൾ ഞാനൊരു കുറച്ചും കൂടെ, ഞാനങ്ങനെ ഭയങ്കര ഫെയർ ആയിട്ടുള്ള ഒരാളല്ല, എനിക്കൊരു ആവറേജ് സ്കിൻ ടോണാണ്. അത് തന്നെ ഈവൻ ആയിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ മേക്കപ്പേ ഉപയോഗിക്കില്ല. എനിക്കും അങ്ങനെ എപ്പോഴും അങ്ങനെ മേക്കപ്പ് ക്യാരി ചെയ്യുന്നതും അതിങ്ങനെ കൊണ്ടു നടക്കുന്നത് എനിക്കത് ഭാരം പോലെ ഫീൽ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരു 2 സ്കിൻ ടോൺ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കഴുത്ത് തൊട്ട് വേറൊരു കളറായിരിക്കുമ്പോൾ വേറെ ആരുടെയോ തലയെടുത്ത് വെച്ചിരിക്കുന്നത് പോലെയുള്ളൊരു ഫീൽ വരുന്നത് കൊണ്ടാണ് ഇത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും മേക്കപ്പ് ഇടേണ്ടി വരുന്നത്. സോ ഐ തോട്ട് ഇതേ കണ്ടീഷനിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനും, പിന്നെ എനിക്ക് കുറച്ചും കൂടെ ലൈറ്ററായിട്ട് ഇനി നിങ്ങളുടെ മുന്നിൽ വരാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിത് റിവീൽ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു നേരത്തെ കൺസൾട്ട് ചെയ്യുന്ന ഒരു ഡോക്ടർ തന്നെ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ ഇത് ഓപ്പൺ അപ്പ് ചെയ്യുക, ആളുകളുടെ അടുത്ത് പറയുമ്പോൾ യു വിൽ ഫീൽ കുറച്ചും കൂടി ഒന്ന് റിലീഫ് തോന്നും, ഇതിങ്ങനെ കവറപ്പ് ചെയ്ത് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. സോ ഐ തോട്ട് ഓക്കെ പറഞ്ഞേക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ സ്കിന്നിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് തുടങ്ങിയ സമയത്ത് പുറമെ അപ്ലൈ ചെയ്യാനുള്ള ക്രീംസ് അത് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്, പല തരത്തിലുള്ള ക്രീമുകൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അകത്തേക്ക് കഴിക്കാനുള്ള മെഡിസിൻസ് അത് ട്രൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ കെമിക്കൽ പീലുകൾ പലതവണ ചെയ്തിട്ടുണ്ട്. കെമിക്കൽ പീലുകളൊക്കെ റെഗുലറായിട്ട് ചെയ്യണം, ചെയ്യുന്ന സമയത്തൊരു വ്യത്യാസം ഉണ്ടെന്നുള്ളതല്ലാതെ വൺസ് അത് സ്റ്റോപ്പ് ചെയ്ത് ഒരു 1-2 മാസം ആകുമ്പോഴേക്കും വീണ്ടും ഇതേ കണ്ടീഷനിലേക്ക് ആവും. ഇത് ചെയ്യുന്ന സമയത്ത് പോലും അങ്ങനെ മേജർ വലിയ ചേഞ്ച് ഒന്നും നോട്ടീസ് ചെയ്തിട്ടില്ല. അതുപോലെ കാർബൺ പീല് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതൊക്കെ ഈ ലേറ്റസ്റ്റ് ടെക്നോളജീസ് ആണ്. അപ്പോൾ ഇതിനൊക്കെ കൊണ്ടുപോയിട്ട് ഇഷ്ടം പോലെ പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയെങ്കിലും ക്യൂർ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും മേക്കപ്പ് ഒരു ഡെയിലി ലൈഫിൽ പോലും മേക്കപ്പ് ചെയ്യേണ്ട ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള ഒട്ടുമിക്ക ട്രീറ്റ്മെൻറ്റുകളും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പം വളരെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ട്രിഗർ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ ചിലപ്പം ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായേക്കാം ഇത്. എന്തെങ്കിലും എനിക്കിതിനൊരു സൊല്യൂഷൻ കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങൾ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ ഈ ഹോം റെമഡീസ് അല്ല കേട്ടോ, ഹോം റെമഡീസ് അല്ലാതെ ബിക്കോസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്കാണ് ഇതിനകത്ത് ഏറ്റവും വിഷമമുള്ളത്. അമ്മ എന്നെ കാണുമ്പോൾ ഇതുപോലെ അമ്മ, എന്നിട്ട് ഇത് മാത്രമല്ല കേട്ടോ, ഈ റെമഡീസ് മാത്രമല്ല, അമ്മ ഇനി വഴിപാട് കഴിക്കാനുള്ള അമ്പലങ്ങളൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ, അവരെങ്ങനെയാ ഒരു സൊല്യൂഷൻ കിട്ടാൻ നോക്കിയിട്ട് അമ്മ ആ വഴിക്ക് വരെ ട്രൈ ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ് എൻ്റെ മുഖത്ത് അങ്ങനെ ഒരു പെട്ടെന്നൊരു മാറ്റം വന്നതിൽ. സോ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. ഇതെനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. യെസ്, അപ്പോൾ ഇത്തരം കണ്ടീഷനിൽ കൂടെ കടന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ റിക്കവർ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ് ബേസിക്കലി. അപ്പോൾ അതിനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വിൽ ഷെയർ ഇറ്റ്. ഇത് ഇനി ആരെങ്കിലും തൂക്കിയെടുത്തുകൊണ്ട് പോയിട്ട് അശ്വതിയുടെ മുഖത്തിൽ സംഭവിച്ചത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്ന കാര്യം പറഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തലനി കുഴപ്പമൊന്നുമില്ല. എന്നാലും ഓക്കെ, ശരി. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. വേറെ നിങ്ങൾക്കും കൂടെ ഗുണമുള്ള എന്തെങ്കിലും കണ്ടൻറ്റുമായിട്ട് പിന്നെ വരാം. ബൈ.